അങ്ങനെ ഞങ്ങൾ ലേഡീസ് ഗ്യാങ് ഒരുമിച്ചുള്ള ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് കേട്ടോ ഇത്, കുട്ടികളെയൊക്കെ വെച്ചിട്ട്. ഞങ്ങളുടെ ഗ്യാങ്ങിലെ എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ ഇതിൽ, എങ്കിലും ഉള്ളവരൊക്കെ വെച്ച് ഞങ്ങളൊരു ട്രെയിൻ യാത്ര പോകാമെന്ന് വെച്ചു. പോകുന്നത് വേറെ എവിടേക്കും അല്ല, കർണാടകയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഉടുപ്പിയിലേക്കാണ്. ഉടുപ്പി ഒരുപാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു വിശ്വാസത്തിലൊന്നും അല്ല കേട്ടോ ഞങ്ങൾ പോകുന്നത്. മെയിനായിട്ട് ഞങ്ങളുടെ ബ്രദർ ഉണ്ട് അവിടെ ഉടുപ്പിയിൽ. അപ്പോൾ അവരുടെ അവിടെ പോയിട്ട് ഒരു 2 days ഒന്ന് എല്ലാവരും കൂടിയൊക്കെ ഒന്ന് ചില്ല് ചെയ്തിരിക്കാം എന്നും കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്ന് മിങ്കിൾ ചെയ്യാനുള്ളൊരു ക്വാളിറ്റി ടൈം കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നത് തൃശ്ശൂരിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ 3 സിസ്റ്റേഴ്സും കൂടി തൃശ്ശൂരിൽ നിന്ന് കയറി. ഞങ്ങൾ ട്രെയിനിൽ കയറി സീറ്റൊക്കെ പിടിച്ചു, എല്ലാവരും ഇരുന്നൊന്ന് സെറ്റായി. വിച്ചൂട്ടിൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേണി ആയിരുന്നു കേട്ടോ ഇത്. സോ ഞാൻ ഇത്തിരി എക്സൈറ്റഡ് ആയിരുന്നു അവൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാമെന്നറിയാൻ. അതുപോലെ ദേവൻ്റെ കുഞ്ചുവിൻ്റെയും ഫസ്റ്റ് ട്രെയിൻ ജേണി ആയിരുന്നു കേട്ടോ. കുഞ്ചു നല്ല ഉഷാറായിരുന്നു, ചേട്ടന്മാരുടെ കൂടെ കളിയും ചിരിയൊക്കെ ആയിട്ട്. അങ്ങനെ ദേ കയറി ഷൊർണൂരൊക്കെ വിട്ടപ്പോഴേക്കും പിള്ളേർ പകുതിയും ഉറക്കത്തിലായി. അങ്ങനെ കുറേ നേരം ഉറങ്ങിപ്പോയതുകൊണ്ടൊരു പകുതി ആശ്വാസമായി കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ അടുത്ത ടീം മെമ്പറും കൂടി ജോയിൻ ചെയ്തു. അങ്ങനെ ഇവർ കോഴിക്കോട് നിന്നാണ് ചേച്ചിയും പിള്ളേരും ഒക്കെ കയറിയത്. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് നല്ല ഉഷാറായി എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അവൻ ആക്ച്വലി ഈ ട്രെയിനൊക്കെ ഒന്ന് കാണുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ. അവൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേണി ആയതുകൊണ്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഗായ്സ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറച്ച് നേരത്തേക്ക് തന്നെ ഉണ്ടായുള്ളൂ കേട്ടോ. അവനെ അവിടെ വരെ എത്തിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അങ്ങനെ എൻ്റെ ക്യാമറയ്ക്ക് ഞാൻ അടച്ചു പൂട്ടി വെച്ചു. ഹലോ, അപ്പം ഞങ്ങൾ ഉടുപ്പിയിലൊക്കെ എത്തിട്ടോ. ഇന്നലെ ഞങ്ങളൊരു രാത്രി ഒരു 10-10:30 ആയി എത്തിയപ്പോൾ. അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. പിന്നെ അറിയാലോ, ഒരു 7 to 8 hours ട്രെയിൻ ജേണി ഉണ്ട്. അപ്പോൾ അതിലിരുന്നിരുന്നിരുന്ന് വിച്ചൂട്ടനും ഒക്കെ ആകെ അലമ്പായി. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും കരച്ചിലൊക്കെ ആയി, ആകെ ബഹളമായി. പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കലൊക്കെ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് നേരമൊക്കെ ചിൽ ഔട്ട് ചെയ്തു. അതൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. അത്യാവശ്യം ഇന്നലത്തെ ഒരു ഹാങ് ഓവർ ബാക്കിയുള്ളത് കൊണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം നമുക്കൊരു ഈവനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉടുപ്പി അമ്പലമൊക്കെ ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചിട്ട് റെഡിയായി ഇരിക്കുകയാണ്. ഞങ്ങൾ ബീച്ചിലൊക്കെ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്നിപ്പോൾ അത്യാവശ്യം കുറച്ച് ക്ലൈമറ്റ് ക്ലൗഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഉടുപ്പി അമ്പലവും ഒന്ന് പുറത്ത് ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പതുക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെയൊക്കെ വീഡിയോസുകൾ പറ്റാവുന്ന പോലെ എടുക്കാമെന്ന്. പിന്നെ അറിയാലോ, ഏട്ടനില്ല കൂടെ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇവനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവനാണെങ്കിൽ എല്ലാവരുമായിട്ടും അങ്ങോട്ട് കളിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും കുറച്ച് പരിചയക്കേടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് അല്ലാണ്ട് വേറെ ആരും സമ്മതിക്കില്ല. അപ്പോൾ വീഡിയോസ് എടുക്കലൊക്കെ ഭയങ്കര ലിമിറ്റഡാണ്. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അത് ക്ഷമിക്കുക. പറ്റാവുന്ന പോലെ എന്തെങ്കിലും വീഡിയോസുകളൊക്കെ എടുക്കാം. പിന്നെ ഇപ്പോൾ ഉടുപ്പി അമ്പലം പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെയും ഇന്നത്തെ ഒരു ഈവനിങ് കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം. ഓക്കെ, നമുക്ക് പോയാലോ. ഞങ്ങളങ്ങനെ ആദ്യം പോയത് ടൈം സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിംഗ് മാളിലേക്കാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. ഷോപ്പിങ്ങിനാണോ അല്ലേ? ചെറിയൊരു ഷോപ്പിംഗ്. മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും വല്ല ഉറുമ്പിൻകൂട്ടിലേക്ക് കല്ലെറിഞ്ഞ പോലൊരു ഫീലായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരുപാട് സ്പേസ് കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം അവർക്ക് ഓടിച്ചാടി കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരും നല്ല അടിച്ചുപൊളിയായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ പിള്ളേരുടെയൊക്കെ കണ്ണ് ഈ ഒരു ട്രെയിൻ ബസ്സിലേക്കായിരുന്നു കേട്ടോ. എങ്കിൽ പിന്നെ കയറിയേക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിള്ളേരെയൊക്കെ കൊണ്ട് 2-3 റൗണ്ടൊക്കെ ഇതിലൊന്ന് കറങ്ങി വന്നു. ചിന്നു ചേച്ചിയുടെ വ്ളോഗാ. ഹായ് പറഞ്ഞോ.
മാക്സിൻ്റെ ബോർഡ് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിലും കൂടി ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഇവിടുന്ന് ചെയ്തായിരുന്നു. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഉടുപ്പി ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ. നല്ല മഴക്കാറും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയിട്ടോ. അത്രയ്ക്കും വലിയ ലോങ് ക്യൂ ആയിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചെറിയ പിള്ളേരെയൊക്കെ വെച്ചിട്ട് ഈ ക്യൂവിലൊക്കെ നിന്ന് പോയി തൊഴുന്നത് ഒട്ടും എളുപ്പമല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴാം എന്നുള്ളത് സ്കിപ്പ് ചെയ്തു. ഉടുപ്പിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് ഈ ശ്രീകൃഷ്ണൻ്റെ അമ്പലം. ഇവിടുത്തെ വളരെയധികം പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് നവഗ്രഹ കിടികി. ഈ നവഗ്രഹ കിടികി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഹോളുകളുള്ള ഒരു സിൽവർ പ്ലേറ്റഡ് വിൻഡോ ആണ്. ഈ ഒരു ജനലിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു അമ്പലത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ വർഷിപ്പ് ചെയ്യുന്നത്. അത് ഈ അമ്പലത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഹിന്ദു ആസ്ട്രോളജി പ്രകാരം ഈ 9 ഹോളുകളും ഓരോ നവഗ്രഹ ദൈവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ നവഗ്രഹ കിടികി എന്ന് പറയുന്ന ഈ ഒരു ജനൽ വളരെയധികം ടൂറിസ്റ്റുകളെ ആയാലും ഭക്തജനങ്ങളെ ആയാലും ആകർഷിക്കുന്ന ഒന്നാണ്. ഞങ്ങൾക്ക് വളരെയധികം മോഹം ഉണ്ടായിരുന്നു ഉള്ളിൽ കയറി ഒന്ന് തൊഴണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു വരവിന് ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷെ സാരമില്ല, ഞങ്ങൾ എന്തായാലും തിരിച്ചു വരുന്നുണ്ടാവും ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ടും ഉടുപ്പി എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ആയിട്ട്. പക്ഷെ പുറത്തു കൂടെ ഒന്ന് പ്രദക്ഷിണം വെച്ചൊന്ന് തൊഴുതൊക്കെ വന്നു കേട്ടോ. പക്ഷെ നല്ല കാറ്റും അതുപോലെ ഇടിയും മിന്നലും ഒക്കെ ഉള്ളതുകൊണ്ട് മഴയ്ക്ക് നല്ല സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ വലിയ താമസിയാണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിട്ടാ നല്ല ഇഡലിയാണോ? എന്താ ഓർഡർ ചെയ്തേ? ഗോപി മഞ്ചൂരി. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലൊക്കെ കയറി വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ചുറ്റിനും നല്ല വാശിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ല തലവേദനയും ആകെ ഒരു ടയേർഡ് ഫേസാണ് എൻ്റെ. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഏർലി മോർണിംഗ് അശ്വതി ചേച്ചിയും ഫാമിലിയും കൂടി മണാലിക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ബൈ, ഹാപ്പി ജേർണി. അപ്പൊ ഹായ് ആൻഡ് ബൈ. എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്തു തന്നത് ശില്പയാണ് കേട്ടോ. ശില്പേനെ ഞാൻ പിന്നെ സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്തി തരണ്ടല്ലോ അല്ലേ. എനിക്ക് ഈ ഉടുപ്പിയിലെ വീഡിയോസുകളും വ്ളോഗിലേക്ക് വേണ്ട അധികം വീഡിയോസും എനിക്ക് അവളാണ് എടുത്തു തന്നത്. ഒരു ഫോർമൽ താങ്ക് യുടെ ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം, എങ്കിലും താങ്ക് യു സോ മച്ച് മുത്തേ. എയർപോർട്ടിൽ നിന്ന് കൊണ്ടാക്കി വന്നപ്പോഴേക്കും ലേറ്റ് ആയതുകൊണ്ടും അന്നൊരു സൺഡേ ആയതുകൊണ്ടും വളരെ സ്ലോ ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ അന്ന്. മോർണിംഗ് ഒക്കെ ലേസി ആയി പോയതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കൊന്ന് പുറത്തിറങ്ങി ലഞ്ച് കഴിക്കാനൊക്കെ ആയിട്ട്. എവിടെ പോയാലും വിച്ചൂട്ടിനെ ഒന്ന് ഫുഡ് കഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ചാലഞ്ച് തന്നെയാണ് കേട്ടോ. നമ്മൾ ക്ഷീണിച്ചു പോകും അവനെ ഒന്ന് കഴിപ്പിക്കണമെങ്കിൽ. ഭയങ്കര മടിയാണ് അവന് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രെയിന് വൈകിട്ട് 5:30-ക്കായിരുന്നു. പക്ഷെ വളരെയധികം ലേറ്റായിട്ടാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നമുക്കൊരു 8 മണിയായി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ട്രെയിൻ വരാനായിട്ട്. ഞങ്ങളൊരു 7:45 ആകുമ്പോഴേക്കും ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഗായത്രി ചേച്ചി നല്ലൊരു ഹെൽപ്പ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ട്രിപ്പിൽ. കാരണം ചേച്ചിക്ക് മാത്രമാണ് കുറച്ച് വലിയ പിള്ളേരായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും കുഞ്ഞേ പിള്ളേരായിരുന്നു. അതുകൊണ്ട് പെട്ടി പിടിക്കാനും ബാക്കി എല്ലാവരുടെ ഹെൽപ്പിനും ചേച്ചി ഓടി എത്തുമായിരുന്നു കേട്ടോ. അതേപോലെ ഗായത്രി ചേച്ചിയുടെ കുട്ടികളും കുട്ടുവായാലും കുഞ്ഞൂട്ടനായാലും അശ്വതി ചേച്ചിയുടെ മൂത്ത മോളും എല്ലാം ഭയങ്കര കെയറിങ് ആയിരുന്നു കുട്ടികളെ. അതേപോലെ പെട്ടി ഉരുട്ടി കൊണ്ടുവന്നതിലും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ ട്രിപ്പിൽ. സോ ഇറ്റ് വാസ് സച്ച് എ നൈസ് ട്രിപ്പ്. ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ജിഷ്ണുവേട്ടനായാലും മണിക്കുട്ടിയായാലും നല്ല കെയറിങ് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. അതേപോലെ വി ആർ സൂപ്പർ പ്രൗഡ് ഓഫ് അവർ സെൽസ്. കാരണം ഹസ്ബൻഡ്സ് ഒന്നും ഇല്ലാണ്ട് ഇത്രയും ചെറിയ പിള്ളേരെയും കൊണ്ട് യാത്ര പോകാം എന്നുള്ള ചാലഞ്ച് ഞങ്ങൾ സക്സസ്ഫുള്ളി ഏറ്റെടുത്തതിന്.